ഹലോ, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു തേങ്ങ ഒക്കെ വറുത്തുള്ള ഒരു കപ്പ ബിരിയാണിയാണ് കേട്ടോ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നന്നായിട്ട് കഴുകി വെച്ചേക്കുന്ന എല്ലാട്ടോ ഇത്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയും തക്കാളി വെളുത്തുള്ളി അതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളുത്തുള്ളി എടുക്കുക, അത് പിന്നെ ഇഞ്ചി, സബോള അരിഞ്ഞത് നമ്മളിതൊക്കെ ഓൾറെഡി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം ഇഞ്ചി, പിന്നെ ഒരു ഹാഫ് തക്കാളി മതിയായിരിക്കും കേട്ടോ. തക്കാളി, പിന്നെ അതിനകത്തേക്ക് പച്ചമുളക്, ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. എന്നിട്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ പൊടികളിടണേ. മഞ്ഞൾപ്പൊടി ഇട്ടു, അതൊക്കെ നമ്മുടെ ആവശ്യത്തിന് കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല. ഇത് ഗരം മസാല നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തന്നെയാണ് കേട്ടോ. അപ്പം ഗരം മസാല ഇട്ടു, പിന്നെ ഉപ്പ് പൊടി ഇടണം. പിന്നെ ഒരു കുറച്ച് ആവശ്യത്തിന് വെള്ളം കുഴയ്ക്കാൻ, ഈ മസാല എല്ലാം കൂടെ കുഴച്ച് പിടിക്കാൻ വേണ്ടിയുള്ള കേട്ടോ. അങ്ങനെ ഏതായാലും മസാല എല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട്. മസാല എല്ലാം നന്നായിട്ട് കുഴച്ച് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രഷാക്കി കഴുകി വെച്ചേക്കുന്ന ആ പീസുകൾ, എല്ലും കഷ്ണം എല്ലാം കൂടെ നമ്മൾ ആ മസാലയിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ആ മസാല എല്ലാം ആ എല്ലയിലേക്ക് നന്നായിട്ട് കുഴച്ചെടുക്കുക. ശരിക്കും കുഴച്ചെടുക്കണം കേട്ടോ, കാരണം മസാല ഫുള്ള് ആ എല്ലയെ വന്ന് പിടിക്കണം. കാരണം നമുക്ക് കുക്കറിലാണ് നമ്മളിത് പെട്ടെന്നാകാൻ വേണ്ടി ചെയ്യുന്നത്. കാരണം കുക്കറിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും. മറ്റേ അടുപ്പിൽ വെച്ച് കുറേ നേരം വേവിച്ചുകൊണ്ടിരിക്കണം കേട്ടോ, വേവനുസരിച്ച്. അങ്ങനെ ഞാനിത് മൊത്തം നന്നായിട്ട് ആ മസാല ഫുള്ള് അതിൽ വെച്ച് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നന്നായിട്ട് നമ്മൾ കുഴച്ച് വെച്ചേക്കുന്ന ഈ ചിക്കൻ പീസുകളെല്ലാം കൂടെ കുക്കറിലേക്ക് എടുത്തിടുകയാണ്. കാരണം കുക്കറിലടിക്കണല്ലോ. ഞാൻ ഏകദേശം ഒരു വേവനുസരിച്ചൊരു 10 വിസിലോളം അടിച്ചിട്ടുണ്ട്. പിന്നെ ഓവറിനകത്ത് മസാല ഇടാത്തത് എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് മസാല പക്കയാക്കി കൊടുക്കാം, അതുകൊണ്ടാട്ടോ. ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ കുക്കർ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം വിസിലൊക്കെ അടിച്ച് ലാസ്റ്റ് നമ്മുടെ എല്ലൊക്കെ ഇങ്ങനെയാട്ടോ ഇരിക്കുന്നത്. അപ്പം ഇനി അടുത്ത് നമുക്ക് തേങ്ങാക്കൊത്ത് വറക്കാം കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്ത് ഞാൻ വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് നന്നായിട്ട് നല്ലൊരു ബ്രൗൺ കളറായി വരുന്നത് വരെ വറുത്തെടുക്കണം. അത് നമ്മുടെ എല്ലിനകത്തേക്ക് ഇടാനുള്ളതാണ് കറി ആക്കുമ്പോൾ. അങ്ങനെ തേങ്ങാക്കൊത്തിട്ട് നന്നായിട്ടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് തേങ്ങ ചിരവിയതാണ്, അതും ഇതുപോലെ തന്നെ വറുത്തെടുക്കണം കേട്ടോ. അതും നമുക്ക് ഈ എല്ലിനകത്തേക്ക് ഇടാനുള്ളതാണ്. അങ്ങനെ അതിനകത്തേക്ക് തേങ്ങ കുറച്ചായി കഴിയുമ്പം ചുമന്നുള്ളി ഇടുക. അത് അത്യാവശ്യം എത്രത്തോളം ചുമന്നുള്ളി ഇടുന്നോ അത്രത്തോളം നമ്മൾ എല്ലും കപ്പയ്ക്ക് ടേസ്റ്റ് കൂടും. അപ്പോൾ മാക്സിമം ഞാൻ ചുമന്നുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കരിയാപ്പില ഇട്ടു. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പം ഏകദേശം ഒരു ചെറിയൊരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. അപ്പം ഈ ഗ്യാപ്പിൽ ഞാൻ പോയിട്ട് കപ്പ കഴുകി വെച്ചു. അങ്ങനെ കപ്പ എടുത്ത് ഞാൻ പാത്രത്തിൽ വെച്ചു. ഇനി അടുപ്പയിലോട്ട് കപ്പ വെച്ചേക്കാം. അങ്ങനെ കപ്പയൊക്കെ അടുപ്പേ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വന്ന് നോക്കി, അപ്പം നമ്മുടെ തേങ്ങ ഒരുവിധം ഏകദേശം ഫൈൻ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു കളറാണ് ഓക്കെ. അങ്ങനെ ഞാൻ തേങ്ങ വറുത്ത് വെച്ചതും അതുപോലെ കൊത്തും തേങ്ങ ചിരകിയതും രണ്ടായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കറിയിലേക്ക് ഇടാനുള്ള കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നമുക്ക് ഈ എല്ലിനുള്ള മസാല ഉണ്ടാക്കുകയാണ്. അപ്പം ഞാൻ ചെറിയ സബോള ഒരു 2-3 സബോള എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഒരു ഹാഫ് തക്കാളി നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ പോയിട്ട് അടുപ്പത്ത് പോയി നോക്കി. നമ്മുടെ കപ്പ ഏകദേശം തിളച്ച് വരാനായിട്ടുണ്ട്. അപ്പോൾ തിളച്ച് വരാനായപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കപ്പയിൽ ആ ഉപ്പ് പിടിക്കാൻ വേണ്ടി. അങ്ങനെ ഉപ്പൊക്കെ ചേർത്ത് ഞാനത് അടച്ച് വെച്ചു. ഇനിയിപ്പോൾ നമ്മൾ കപ്പയ്ക്കുള്ള തേങ്ങ മിക്സ് കൂട്ടുകയാണ്. അപ്പം ഈ മിക്സിലൊന്നും അരച്ചില്ല, നേരെ കൈകൊണ്ട് തന്നെ ഇച്ചിരി തേങ്ങ ചിരകിയതും മഞ്ഞൾപ്പൊടിയും ചെറിയുള്ളിയും പിന്നെ മുളകും കരിയാപ്പിലയും പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൈകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടങ്ങ് അരച്ചെടുത്തു. പിന്നെ മിക്സിയിലൊന്നും അരയ്ക്കാൻ പോകണ്ട, കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഓവറായിട്ട് ഇതാക്കേണ്ട, കാരണം നമ്മൾ എല്ലും കപ്പയാകുമ്പം എല്ലാം മസാല വരുമല്ലോ. അപ്പം നമ്മുടെ കപ്പ ഇപ്പം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. അപ്പം ഞാൻ നോക്കി, അപ്പം ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മൾ റെഡിയാക്കി വെച്ച മസാല എടുത്തിട്ട് തേങ്ങാ ചിരകിയതെല്ലാം കൂടെ കപ്പയിലേക്ക് ഇട്ടൊന്ന് ഇളക്കിയിട്ടോ. എന്നിട്ട് കുറച്ച് നേരം അടച്ച് വെച്ചു. വേവിച്ചെല്ലാം കഴിഞ്ഞ് ആ കപ്പ ഞാൻ നന്നായിട്ട് കുത്തി ഒടിച്ച് നമ്മൾ ശരിക്കും കപ്പ ഉണ്ടാക്കുന്നത് പോലെ തന്നെ കപ്പയ്ക്ക് കറക്റ്റാക്കി ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എല്ലിനുള്ള മസാല ഉണ്ടാക്കാം. അപ്പം എണ്ണ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സബോള എടുത്ത് വഴറ്റുക കേട്ടോ.
പെട്ടെന്ന് വഴറ്റാൻ വേണ്ടി ഒരു കുറച്ച് ഉപ്പും കൂടി ഇട്ടു. അപ്പം പിന്നെ പെട്ടെന്ന് വഴണ്ട് കിട്ടിക്കോളും. അങ്ങനെ സബോളയൊക്കെ നന്നായിട്ട് വഴറ്റി. അപ്പം അതിനകത്തേക്ക് ഒരു പകുതി സബോള ആയി കഴിയുമ്പോൾ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചിയും കരിയാപ്പിലയും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു നന്നായിട്ട് ആ പച്ചമണം അങ്ങ് മാറിക്കഴിയുമ്പോൾ വേണം തക്കാളി ഇടാൻ. അധികം തക്കാളിയൊന്നും വേണ്ട കേട്ടോ. അപ്പം കുറച്ച് തക്കാളി ഇട്ടു. തക്കാളിയൊക്കെ ഇട്ട് കഴിഞ്ഞ് നന്നായിട്ട് നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുക. ഇനി നന്നായിട്ട് വഴണ്ട് കഴിയുമ്പം നമ്മൾ ഇതിനകത്തേക്ക് വേണ്ട മസാല ഇടുക. അപ്പം ഇനി ആവശ്യത്തിന് മസാലപ്പൊടി ഇടണം കേട്ടോ. അപ്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ ഗരം മസാല. അപ്പം ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒരു മിനിറ്റോളം വഴറ്റുക. നന്നായിട്ട് വഴറ്റി കഴിഞ്ഞ് കഴിയുമ്പം ഒരു നല്ല സ്മെല്ലൊക്കെ വരും കേട്ടോ. ആ സമയത്ത് നമ്മൾ കുക്കറിൽ നിന്ന് നമ്മുടെ വെള്ളമില്ലേ, ഈ എല്ല് വേവിച്ച വെള്ളം, ആ വെള്ളം എടുത്ത് നമ്മുടെ ആ മസാലയിലേക്ക് ഒഴിക്കുക. കുക്കറിലുള്ള ഫുള്ള് വെള്ളം അതിനകത്തേക്ക് ഒഴിക്കുക കേട്ടോ. അപ്പം ആ വെള്ളം അത് നമുക്ക് കപ്പയിലോട്ട് ഒഴിച്ചൊരു കുഴമ്പ് പോലെയാണ് കപ്പ ബിരിയാണി വെക്കേണ്ടത് കേട്ടോ. അപ്പം ഞാൻ ആ വെള്ളമൊക്കെ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇത് തിളയ്ക്കാൻ നോക്കി നിൽക്കാം നമുക്ക്. അങ്ങനെ ഇപ്പം തിളയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ മെല്ലെ കുക്കറിൽ നിന്ന് ആ എല്ലെല്ലാം കൂടി എടുത്ത് നമ്മുടെ ചട്ടിക്കകത്തോട്ടേക്ക് ഇട്ടു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി തിമിർത്ത് മറക്കി നമ്മുടെ എല്ലെല്ലാം ഞാൻ നന്നായിട്ട് മറിച്ച് പെറുക്കിയിട്ടു. മസാലയൊക്കെ അതിൽ നിന്ന് പിടിക്കാൻ വേണ്ടി കുറച്ചൊരു അടച്ചൊക്കെ വെച്ച് വേവിച്ചു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ വറുത്ത് വെച്ച് തേങ്ങാക്കൊത്തില്ലേ, ആ തേങ്ങാക്കൊത്തെല്ലാം കൂടെ നമ്മുടെ ആ ഇലയിലോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തു കേട്ടോ. ഇത് ഞാൻ ആ വേവിച്ച കപ്പയിലേക്ക് ആ എല്ലെല്ലാം കൂടി ഇട്ടു കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ കപ്പയുടെ മുകളിൽ എല്ലും ഇട്ടു. പിന്നെ ആ തേങ്ങ നമ്മൾ വറുത്തതും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ടു. എന്നിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെച്ചു. തിളപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നന്നായിട്ട് കുത്തി ഇളക്കി എടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവണം. താങ്ക് യു.